നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചതിന്റെ വിവാദം കത്തി നിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക്. നാളെ പുലർച്ചെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നത്. 10 ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ യാത്ര. ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. മുൻപ് മുഖ്യമന്ത്രി മിനസോട്ടയിലെ മായോ ക്ലിനിക്കിൽ ചികിത്സ നേടിയിരുന്നു. തുടർ ചികിത്സകളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ യാത്ര. മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് ചാണ്ടി ഉമ്മൻ MLA. 5 ലക്ഷം രൂപയാണ് ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിച്ചത്. ഈ തുക ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് നൽകുക. നേരത്തെ സർക്കാർ ധനസഹായം നൽകുമെന്ന് മന്ത്രി VN വാസവൻ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നത്തെ സംസ്കാര ചടങ്ങിനായി 50,000 രൂപയും നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മന്റെയും ധനസഹായ പ്രഖ്യാപനം. അപകടം നടന്നയുടൻ ചാണ്ടി ഉമ്മൻ സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടന്നത് ചാണ്ടി ഉമ്മന്റെയും പ്രതിഷേധത്തെ തുടർന്നാണ്. നിപ്പയിൽ വിറങ്ങലിച്ച കേരളം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം പോസിറ്റീവാണ്. 100-ലേറെ പേർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ട്. നാട്ടുകൽ കിഴക്കുംപുറ മേഖലയിലെ 3 കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് യുവതി താമസിച്ചിരുന്നത്. സമീപത്ത് തന്നെയാണ് ബന്ധുവീടുകൾ. അതുകൊണ്ട് തന്നെ ഹൈറിസ്ക് പട്ടികയിൽ 100-ലേറെ പേർ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തച്ചനാട്ടുകരയിലെ 7, 8, 9, 11 വാർഡുകൾ, കരിപ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. AI-ക്ക് ഒരിക്കലും തൊടാൻ പറ്റാത്ത ജോലി. AI കടന്നു വരാത്ത മേഖലകളില്ല. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന പല ജോലികളും AI കവർന്നെടുത്ത അവസ്ഥയിലാണ്. 2030 ആകുന്നതോടെ സർവം AI മയമാകുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഇപ്പോൾ തന്നെ പല മേഖലകളിലും തൊഴിലവസരങ്ങൾ വെട്ടിച്ചുരുക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ AI എത്ര തന്നെ പുരോഗമിച്ചാലും ഒരിക്കലും അതിന് ചെയ്യാൻ കഴിയാത്ത ഒരേയൊരു ജോലി മാത്രമാണ് നിലവിലുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ വിദഗ്ധ തൊഴിലാളികളെ ആവശ്യത്തിന് കിട്ടാത്തൊരു മേഖല കൂടിയാണെന്ന് അറിയണം. ആ ജോലി പഠിച്ചാൽ ജീവിതകാലം സുഖമായി കഴിയാമെന്നാണ് പ്രശസ്ത ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഹിൻറ്റൺ പറയുന്നത്. AI-യുടെ ഗോഡ് ഫാദർ എന്ന വിളിപ്പേരും അദ്ദേഹത്തിനുണ്ട്. പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് AI-ക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത പ്ലംബിംഗ് ജോലിയെ കുറിച്ച് വിശദമാക്കിയത്. എയർ ഇന്ത്യക്കെതിരെ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ. അഹമ്മദാബാദിൽ 294 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും ജനങ്ങൾ ഇതുവരെ മുക്തരായിട്ടില്ല. അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിമാന കമ്പനി ഇരകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴത് നൽകിയ ചോദ്യാവലി കൃത്യമായി പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകില്ല എന്ന് കമ്പനി ഭീഷണിപ്പെടുത്തി എന്നാണ് ഇരകളുടെ കുടുംബം ആരോപിക്കുന്നത്. നഷ്ടപരിഹാര തുക വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചതായും ചിലർ കുറ്റപ്പെടുത്തി. മരിച്ചുപോയ കുടുംബാംഗത്തെ സാമ്പത്തികമായി ആശ്രയിക്കുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ നൽകാനും ചില പേപ്പറുകളിൽ ഒപ്പിടാനും നിർബന്ധിക്കുന്നുവെന്നും ചിലർ പറഞ്ഞു. അപകടം നടന്നതിന്റെ വേദന മാറാത്ത കുടുംബാംഗങ്ങളെ കുത്തിനോവിക്കുന്ന തരത്തിലാണ് വിമാന കമ്പനിയുടെ നടപടി. അപകടത്തിൽ മരണപ്പെട്ട UK-യിലെയും ഇന്ത്യയിലെയും പൗരന്മാരുടെ കുടുംബങ്ങൾ നിയമസ്ഥാപനമായ സ്റ്റുവേർട്സിനെ നിയമിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ, ബോയിങ്, മറ്റുത്തരവാദിത്തപ്പെട്ട കക്ഷികൾ എന്നിവർക്കെതിരായി ഇരകളുടെ കുടുംബത്തിനായി പോരാടാൻ ഈ കമ്പനി അഹമ്മദാബാദിലെ നാനാവതി ആൻഡ് നാനാവതി എന്ന നിയമസ്ഥാപനവുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വനിതാ കൗൺസിലറെ വെട്ടി വീഴ്ത്തി ഭർത്താവ്. വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് തമിഴ്നാട് വനിതാ കൗൺസിലറെ ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തി. തമിഴ്നാട്ടിലാണ് ദാരുണ സംഭവം നടന്നത്. വ്യാഴാഴ്ച തമിഴ്നാട്ടിലെ ആവടി ജില്ലയിൽ വിടുതലൈ ചിരുതയിങ്കൽ കച്ചി അംഗമായ വനിതാ കൗൺസിലറെയാണ് ഭർത്താവ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യയ്ക്ക് രഹസ്യബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ക്രൂരകൃത്യം നടന്നത്. ജയറാം നഗറിന് സമീപം മറ്റൊരു പുരുഷനുമായി സംസാരിക്കുന്നത് ഗോമതിയുടെ ഭർത്താവ് കാണുകയുണ്ടായി. രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഗോമതിയെ തപ്പി ഭർത്താവ് ഇറങ്ങിയത്. പിന്നാലെ വീട്ടിലെത്തി തർക്കം ഉടലെടുക്കുകയായിരുന്നു. ശേഷം ദമ്പതികൾക്കിടയിൽ വലിയൊരു തർക്കം ഉടലെടുക്കുകയും അത് വഷളാവുകയും ചെയ്തു. പിന്നാലെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്റ്റീഫൻ രാജ് കത്തി പുറത്തെടുത്ത് ഗോമതിയെ തുരുതുര കുത്തുകയായിരുന്നു. ഗോമതി സംഭവ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതും അവർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗോമതിയായിരുന്നു. ശേഷം സ്റ്റീഫൻ രാജ്
പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. പ്രതി കുറ്റസമ്മതം നടത്തി. ഉടനെ തന്നെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കായിക ലോകം. തമിഴ്നാട് പ്രീമിയർ ലീഗിൽ അശ്വിന്റെ തേരോട്ടം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാനായില്ലെങ്കിലും വെറ്ററൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനെ എഴുതിത്തള്ളാൻ വരട്ടെ. തമിഴ്നാട് പ്രീമിയർ ലീഗിൽ ക്യാപ്റ്റൻ കൂടിയായ അശ്വിന്റെ തകർപ്പൻ ഓൾറൗണ്ട് പ്രകടനത്തിന്റെ ബലത്തിൽ എലിമിനേറ്റർ പോരാട്ടത്തിൽ ട്രിച്ചി ഗ്ലാൻചോളാസിനെ വീഴ്ത്തി ഡിണ്ടിഗൽ ഡ്രാഗൺ 2ാം ക്വാളിഫയറിന് യോഗ്യത നേടി. ആവേശ പോരാട്ടത്തിൽ 6 വിക്കറ്റിനാണ് ട്രിച്ചി ഗ്ലാൻചോളാസിനെതിരെ ഡിണ്ടിഗൽ ഡ്രാഗൺസിന്റെ വിജയം. 2ാം ക്വാളിഫയറിൽ ഇന്ന് വൈകിട്ട് 7:15 അശ്വിനും സംഘവും IPL താരം N ജഗദീശൻ നയിക്കുന്ന ചെപ്പോക്ക് സൂപ്പർ ഗില്ലീസിനെ നേരിടും. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ചക്കക്കുരുവിന്റെ ആരോഗ്യ ഗുണങ്ങൾ. കാഴ്ചയ്ക്ക് ഏറെ ചെറുതാണ് ചക്കക്കുരുവെങ്കിലും ഏറെ ഗുണങ്ങളുള്ള ഒന്നാണിവ. ചക്കക്കുരുവിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതിനോടൊപ്പം സൗന്ദര്യ കാര്യത്തിലും ചക്കക്കുരു ഏറെ ഗുണം നൽകുന്നുണ്ട്. ഹോട്ടലുകളിലെ വിഭവങ്ങളിൽ ഇന്ന് ചക്കക്കുരു, ജാക്സീഡ് മസാല, പോട്ട് റോസ്റ്റഡ് ജാക്സീഡ്, സ്വീറ്റി ജാക്സീഡ് തുടങ്ങി നിരവധി പേരുകളിൽ തന്നെ ഇടം നേടുകയും ചെയ്തു. ധാരാളമായി ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിനുകളും എല്ലാം ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ആരോഗ്യ സംരക്ഷണത്തിനും ഏറെ ഗുണകരമാണ്. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ചക്കക്കുരു മുന്നിൽ തന്നെയാണുള്ളത്. ഒരു പരിധിവരെ ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനും ചക്കക്കുരു സഹായിക്കുന്നു. ചക്കക്കുരു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഉത്തമമായ മാർഗമാണ്. തേർഡ് എഡിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.